നമ്മളിപ്പോൾ പറയണം, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അന്ധകാരം വ്യാപിച്ച് കിടക്കുന്നു, ഇരുട്ടാണ്, കാലെടുത്ത് വെക്കേണ്ടത് എങ്ങോട്ടാന്ന് അറിഞ്ഞൂടാ, എടുക്കുന്ന ഓരോ സ്റ്റെപ്പും അബദ്ധങ്ങളിലേക്ക്, കണ്ണുനീരുകളിലേക്കൊക്കെ പോകുന്നു. നല്ലതെന്ന് വിചാരിച്ച് നമ്മൾ എടുത്ത തീരുമാനങ്ങളെല്ലാം ഇരുട്ടിന്റെ പടുകുടികളായിരുന്നു, അബദ്ധങ്ങളുടെ ഘോഷയാത്രയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സങ്കടപ്പെടുകയാണ്. നമ്മൾ ആ സമയത്തൊക്കെ നമുക്ക് സംഭവിച്ചു പോയതെന്താണ്? നമ്മുടെ മേലുള്ള കരം വിട്ടു. നമ്മുടെ മേലുള്ള ഈശോയുടെ അധികാരത്തെ നമ്മൾ മറന്നു പോകുന്ന സമയത്ത് ഈ ഇരുട്ടിനെ നമ്മൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കും, ഈ രോഗത്തെ നമ്മൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കും, ഈ ക്രൈസിസുകളുടെ മുമ്പിൽ നമ്മൾ തലകുമ്പിട്ട് പോകും. പക്ഷെ വചനം ഒരു വാഗ്ദാനം തരികയാണ്, കർത്താവിന്റെ കരം നിന്റെ മേൽ ഉണ്ടെന്ന് നിനക്ക് ഒരു ഉറപ്പുണ്ടെങ്കിൽ ഇപ്പൊ ഈ ജോലി നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഇരുട്ടിലും, ഈ കടം കയറി നിൽക്കുന്ന ഇരുട്ടിലും, വീട്ടിൽ ഈ സമാധാനമില്ലാത്ത ഇരുട്ടിലും, ജീവിതം ഇങ്ങനെ വഴിമുട്ടി നിൽക്കുന്ന ഈ അന്ധകാരത്തിലും, ഒരിക്കൽ ഒരുമിച്ചായിരുന്ന പലതും ഇന്ന് വിഘടിച്ച് നിൽക്കുന്ന ഇരുട്ടിലും, എന്റെ കൂടെ ആരുമില്ലെന്ന് തോന്നിപ്പോകുന്ന രാത്രിയേക്കാൾ വലിയ ഇരുട്ടിലും, പകല് പോലും ഇരുട്ടാക്കി തീർക്കാൻ പറ്റുന്ന ദുഃഖത്തിന്റെ അന്ധകാരത്തിന്റെ സമയങ്ങളിലും, ഇരുട്ട് പോലും എന്റെ കർത്താവിന് ഇരുട്ടായിരിക്കില്ല. ഇരുട്ടത്ത് പോലും എനിക്ക് വെളിച്ചം തരാൻ പറ്റുന്ന കർത്താവിന്റെ കരം എന്റെ മേലുണ്ട്. ഞാൻ തട്ടിത്തടഞ്ഞ് വീഴില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അത് കർത്താവ് കൈ കൊടുക്കുന്നവന് കൊടുത്തിരിക്കുന്ന ഒരു വാഗ്ദാനമാണ്. പറ്റിക്കില്ലെന്നും